മെയിൽ സോങ് ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. മെയിൽ സോങ് യേശുദാസ് പാടി കഴിഞ്ഞു. അപ്പോൾ അടുത്ത പാട്ടിന് ജാനകി വന്നു. അതിൽ തന്നെ വേറെ നല്ലൊരു പാട്ടുണ്ട്. ഞാൻ ഈ പാട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിട്ട് അയ്യോ ഈ പാട്ട് എന്നെ വെച്ചുകൂടെ പാടാൻ ശരി നല്ല ഇറക്കും. പിന്നെ ഇതിൽ ഫീമെയിൽ വോയിസ് അല്ല മെയിൽ വോയിസിനാണ് ഉദ്ദേശിക്കുന്നത്. പടവും വേണ്ട അല്ല പടത്തിൽ എഴുക്കോ ഇല്ലയോ എനിക്ക് പാടാനുണ്ട് പാട്ട് അറ്റ്ലീസ്റ്റ് ഡിസ്കിലത് വരുമേ എന്ന് പറഞ്ഞിട്ട് പണവും വേണ്ട കാശും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾക്ക് എന്ത് പാട്ട് പാടണം. അവൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ജാനകി തന്നെ ഇനിഷ്യേറ്റ് ചെയ്തത് പാടിയ പാട്ടാണ്. നീലജലാശയത്തിൽ എന്ന പാട്ട് ബിച്ചു തിരുമല സാർ എഴുതി A.T. ഉമർ സാർ സംഗീതം നൽകി. രണ്ടുപേരും പാടിയിട്ടുണ്ട്. ദാസാറും പാടിയിട്ടുണ്ട്, ജാനകിയമ്മയും പാടിയിട്ടുണ്ട്. ജാനകിയമ്മ പാടിയിരിക്കുന്നത് ശരിക്കും അത് പറയാതെ വയ്യ, വളരെ വികാര തീവ്രതയോടുകൂടി പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് അതിൻ്റെ പല്ലവിയിൽ നീലത്താമരയായി എന്ന് നീലത്താമര വിരിഞ്ഞ് വളരെ മനോഹരമായിട്ടാണ് ജാനകിയമ്മ പാടിയിരിക്കുന്നത്. ഈറ്റ എന്നുള്ള പടത്തിൽ മനോഹരം പാടി ദേവരാം മാഷിൻ്റെ ഒരു എല്ലാം നല്ല പാട്ടുകളാണ്. അതിൻ്റെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനൊക്കെ ഞാൻ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ നോട്ട് ചെയ്ത് പോയി. എനിക്ക് അത്രയും തിരക്കായി. ഞാൻ ഒരുപാട് പടങ്ങളുടെ തിരക്കിൻ്റെ ഇടയ്ക്കാണ്. മുമ്പൊക്കെ ട്യൂൺ കഴിഞ്ഞാൽ വിളിക്കും പിന്നെ കഴിഞ്ഞിട്ട് കേട്ടുമൊക്കെ എന്ന് പറയും. അപ്പോൾ നല്ല ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്ത ഒരാളാണ് ദേവരാം മാഷ്. അപ്പോൾ പുള്ളി ഇപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായല്ലോ. അപ്പോൾ ഞാൻ ഒന്നും ഐഡിയ സിറ്റുവേഷൻ മാത്രം പറഞ്ഞു കൊടുത്തു. ബാക്കി അസിസ്റ്റൻ്റായിട്ട് എന്നിട്ട് പുള്ളി എടുത്ത് അങ്ങോട്ട് അയക്കുകയാണ് ചെയ്യാറുള്ളത് ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഈ ഷൂട്ടിംഗ് തുടങ്ങും. ഇന്നത്തെ മാതിരിയല്ല. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴത്തേക്കും പാട്ടൊക്കെ ലേറ്റായിട്ടല്ലേ വരുള്ളൂ. അതിനനുസരിച്ച് വരും ഈ തുള്ളിക്കൂടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏത് പാട്ടാണ് പറയേണ്ടതെന്ന് എനിക്ക് എല്ലാ പാട്ടും നല്ല ഒന്നിനൊന്ന് നല്ലതാണ്. തുള്ളിക്കൂടെ തേമാരി നല്ലതാണ്. പിന്നെ മുറുകിച്ചു വന്നതോ പിന്നെ മലയാറ്റൂർ അതിങ്ങനെ കുറേ നല്ല മനോഹരമായ പാട്ടുകളുണ്ട്. ലൊക്കേഷൻ കമലഹാസനും സീമയും ശീലയും നല്ല രസമായിട്ടുള്ളത് പടമായിരുന്നു. ആ പടവും സൂപ്പർ ടിപ്പ്, പാട്ടുകളും എല്ലാം ഹിറ്റ്. താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ തട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ. ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ, അതിലെ നായികയും നായകനും പാടാൻ സാധ്യതയുള്ള ഒരു പാട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു പൂർവ്വ മാതൃക കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈറ്റ എന്ന് പറഞ്ഞ IVC സാറിൻ്റെ സിനിമയിൽ കമലഹാസൻ സാറും നായികയായ ഷീലമ്മയും കൂടി ഈ പാട്ട് അഭിനയിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ താളം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാള വണ്ടിയുടെ കുളമ്പടി ശബ്ദം പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാളയുടെ കുടമണി നാദം എന്ന് പറയില്ല, അങ്ങനെ ഒരു ശബ്ദം അതിനകത്ത് താളമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ മാത്രമല്ല അതിൻ്റെ ഫ്ലൂട്ടൊക്കെ വളരെ ഹൈ റേഞ്ചിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ അത്രയും ഉയർന്ന സ്ഥായിയിൽ ഫ്ലൂട്ട് സാധാരണ ഇതിൽ അതിന് മുമ്പ് അധികം പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ആ പാട്ടിൽ ഈ ഫ്ലൂട്ടിൻ്റെ ശബ്ദവും അല്ലെങ്കിൽ അതിനകത്ത് തകർച്ചയായി വായിച്ചിരിക്കുന്നു. അതിനകത്ത് ദേവരാം മാസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണ സംഗീതമാണെങ്കിൽ കൂടിയും
അതിൻ്റെ ഈണമാണെങ്കിലും എല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. നമുക്ക് ഈ ഒരു മലയോര ഗ്രാമത്തിൽ നമ്മൾ ചെന്ന് എത്തിപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവം ആ പാട്ട് സമ്മാനിക്കുന്നു. മലയാറ്റൂർ മലഞ്ചെരുവിലെ പൊന്മാനെ എന്ന പാട്ട് യൂസുഫ് അലി സാർ എഴുതിയതാണ്. ദാസാറും സുശീലമ്മയും കൂടി പാടിയ പാട്ടാണ്. എപ്പോൾ കേൾക്കുമ്പോഴും നമുക്ക് ആ മലയോര ഗ്രാമത്തിൻ്റെ ഒരു വഴിയിൽ കൂടെ ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിൽ തോന്നും. അങ്ങനെ ഒരു പാട്ട്, ഹൃദ്യമായ ഒരു അനുഭവം. ഞാനല്ല പിന്നെയാര് തട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ.